ശരീരസ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് മംഗളവാർത്ത അറിയിക്കുന്ന ദൂതനോട് മറിയം ചോദിക്കുകയാണ്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പൊ മാലാഖ മറിയത്തോട് പറയുന്ന മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. മാലാഖ മറിയത്തോട് അടുത്തിടെ നടന്ന സംഭവങ്ങളെല്ലാം മറിയത്തോട് വിവരിക്കുകയാണ്. അവിടെ പറയുകയാണ്, നിന്റെ ഇളയമയായ പുണ്യവതിയും ഗർഭിണി തന്നെയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുകയാണ്. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാലാഖ പറയുകയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് പറയുമ്പോഴാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, നിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ, എന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരിശുദ്ധ അമ്മ ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഏത് വചനം? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ളൊരു വചനം. അത് വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് മുന്നേറാനായിട്ട് പരിശുദ്ധ അമ്മ ശ്രമിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ നൽകിയ ഏറ്റവും വലിയ മാതൃക. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കയറ്റാനായിട്ട്, പക്ഷെ ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. അതായത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ നന്മയായിട്ട് പരിണമിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ദൈവത്തിന് സാധിക്കായികയൊന്നുമില്ല, അല്ലെ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, മറിച്ച് എൻ്റെ നന്മയ്ക്ക് ഉപയുക്തമായ കാര്യങ്ങൾ എനിക്ക് ആവശ്യമായ സമയത്ത് ദൈവം നടത്തി തരും. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് വേണ്ടത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ഒരു വചനത്തിൽ വിശ്വസിച്ച് മുന്നേറാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.